ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. കേട്ടത് മുഴുവൻ സത്യമാവണമെന്നില്ലല്ലോ ഇന്ദ്ര. ഒന്നു മാത്രം ഞാൻ പറയാം. ഞാൻ അടുക്കളയിൽ കയറിയത് ഭക്ഷണം കട്ട് തിന്നാനല്ല. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അത് ഞാൻ ചെയ്യില്ലെന്ന് എന്തെന്നെങ്കിലും വിശ്വസിക്കണം. സത്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ വന്ന് സംസാരിക്കുന്നത്. ഭക്ഷണം ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പുറത്തു പോയി കഴിക്കണം. അതിനുള്ള കാശ് ഞാൻ തരാം. വേണ്ട മോനെ, കാശൊന്നും വേണ്ട. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിലരൊക്കെ കൂടി പിരിച്ചു തന്നതും വന്ന ശേഷം ലോട്ടറി വിറ്റ് കിട്ടിയതുമായി 2 ലക്ഷം രൂപയോളം എൻ്റെ ഈ ബാഗിൽ കാണും. ആഹാരത്തിന് അതിൽ നിന്നെടുക്കാം. പക്ഷേ ഈ വീട് വിട്ട് ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ എനിക്കിങ്ങോട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നാ. എന്തായാലും നിനക്കിത് പറയാൻ തോന്നിയല്ലോ, അതൊരാശ്വാസം. ഇത്രയും കാശൊക്കെ എന്തിനാ കയ്യിൽ കൊണ്ടു നടക്കുന്നത്? ബാങ്കിൽ കൊണ്ടിട്ടൂടെ? എനിക്ക് ബാങ്കിൽ അക്കൗണ്ടൊന്നും ഇല്ല മോനെ. അത് എൻ്റെ കയ്യിലെ ക്യാഷ് നിനക്ക് തരട്ടെ, നീ അത് സൂക്ഷിച്ചാൽ മതി. ഏയ്, അതൊന്നും വേണ്ട. പിന്നെ ഇവിടെ വയ്ക്കുന്നതും റിസ്ക്കാ. ഞാനൊരു അക്കൗണ്ട് തുറക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അതിലേക്ക് ഇട്ടാൽ മതിയല്ലോ. അതുവരെ ആ പണം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കണേ. ശരി ഇന്ദ്ര, ഞാൻ ഈ ബാഗ് രാത്രി തലക്കടിയിൽ വെച്ചാ കിടക്കുന്നത്. അതാരും കൊണ്ടുപോകുന്നുമില്ല. ശരി, കിടന്നോളൂ. ആന്റി, എന്തേ രാത്രിയില്? ആ ഹർഷേ, ഒരു വിശേഷമുണ്ട്. ഓ, അത് നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നോർക്കം വരത്തില്ല. അതാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചേ. എന്താ ആന്റി? എന്തോ സന്തോഷ വാർത്തയാണല്ലോ. ആ അതെ ഹർഷേ, അതെ, ഇവിടെ വന്നു കയറിയ വിപത്തിനെ ഇല്ലാതാക്കാൻ നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യം സംസാരിച്ചിരുന്നില്ലേ? ആ, മിനിമം 2 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമെന്ന് പറഞ്ഞ ആ കൊട്ടേഷൻ അല്ലേ? ആ അത് തന്നെ. അതെ, ആ 2 ലക്ഷം കിട്ടാനുള്ള വഴി എന്റെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട് ഹർഷേ. ഏ, ഇത്ര പെട്ടെന്ന് തന്നെ ആന്റി അതിനുള്ള വഴി കണ്ടെത്തിയോ? അത് ഞാനൊന്നും കണ്ടെത്തിയതല്ല, ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നതാ. ആണോ? ആ, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിലരൊക്കെ കൂടി പിരിച്ചു തന്നതും വന്ന ശേഷം ലോട്ടറി വിറ്റ് കിട്ടിയതുമായി 2 ലക്ഷം രൂപയോളം എൻ്റെ ഈ ബാഗിൽ കാണും.
ഇത് കൊള്ളാലോ ആന്റി. അയാളുടെ കാശ് കൊണ്ട് തന്നെ അയാൾക്കുള്ള കൊട്ടേഷൻ കൊടുക്കുക. സൂപ്പർ. ആ ബാക്കിയെല്ലാം നമുക്ക് നാളെ നേരിൽ കണ്ടു പറയാം. ആ കാശ് കയ്യിൽ വരുന്നത് വരെ അയാളെ അടുക്കളയിൽ നിർത്തിയാലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് സോനിയുടെ ഒരു അഭിപ്രായമാണല്ലോ, ഞാനത് തള്ളിക്കളഞ്ഞൊന്നും വേണ്ട.